40 വർഷത്തെ സൈനിക ജീവിതത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകമാണ് ഫോർ സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. മുൻ സൈനിക മേധാവിയായിട്ടുള്ള MM നരവണ്ണെ എഴുതിയ ഈ പുസ്തകം ഇതുവരെ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. 2024 ഇത് റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ പല കാരണത്താൽ പല രഹസ്യങ്ങളും പ്രതിരോധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യങ്ങൾ അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന അടിസ്ഥാനത്തിൽ കേന്ദ്രം അനുമതി നൽകിയില്ല. പക്ഷെ അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടില്ലാത്ത ഒരു പുസ്തകത്തിൻ്റെ ഹാർഡ് കവർ കോപ്പി നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കൈവശം എത്തിയിരിക്കുന്നു. അത് പാർലമെൻറ്റിൽ എത്തിയിരിക്കുന്നു. എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. എന്താണ് പിന്നിൽ സംഭവിച്ചിരിക്കുന്ന ഗൂഢാലോചന? നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പോലും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അങ്ങനെ ഒരു പുസ്തകം എക്സിസ്റ്റ് ചെയ്യുന്നില്ല, നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധി അതിൽ നിന്നുള്ള ചില വാചകങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. ആ പുസ്തകത്തിൻ്റെ ഹാർഡ് കവർ കോപ്പി പോലും അദ്ദേഹം ഉയർത്തി കാണിക്കുന്നു. ഇപ്പം പെൻഗ്വിൻ ബുക്സ് ആണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അവർ പ്രതികരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള പബ്ലിഷിങ്ങും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. എങ്ങനെ ഈ പുസ്തകം രാഹുൽ ഗാന്ധിയുടെ കൈവശമെത്തി? ഇതില് ആരൊക്കെയോ കള്ളം പറയുന്നുണ്ട്. അതായത് ഈ പുസ്തകം 2024 പ്രസിദ്ധീകരിക്കുമെന്ന ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു. പക്ഷേ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ അനുമതി കിട്ടാത്ത കാരണം ഇതിന്റെ പ്രകാശനം നടന്നില്ല. പെൻഗ്വിൻ റാൻഡം ഹൗസ് ഇന്ത്യയാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന പ്രസാധകർ. അപ്പോൾ അവർക്ക് ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ടൈപ്പ് സ്ക്രിപ്റ്റ് എഴുത്തുകാരനായ MM നരവണെ സമർപ്പിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ്. അതായത് ജനറൽ NM നരവണെ പുസ്തകം എഴുതി തീർത്തു, അത് പ്രസാധകന് കൈമാറി ആ സ്ക്രിപ്റ്റ്. അപ്പോൾ അവിടെ നിന്നാണ് ഈ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു പോയത്. ഇത് പുസ്തകം രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്നു. അതിനു മുമ്പ് തന്നെ ഈ പുസ്തകത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ രത്ന ചുരുക്കം എക്സർപ്റ്റ്സ് ക്യാരവാൻ എന്ന മാഗസിനിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ ക്യാരവാനും ഈ പുസ്തകം കിട്ടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി അത് പാർലമെന്റിൽ ഉയർത്തി കാണിച്ചു. അതിനു മുമ്പ് തന്നെ കാരവാൻ ഇത് പബ്ലിഷ് ചെയ്തെങ്കിൽ, അതിൻ്റെ രത്ന ചുരുക്കം പബ്ലിഷ് ചെയ്തെങ്കിൽ അവർക്ക് ഈ പുസ്തകം കിട്ടിയിട്ടുണ്ടാവണമല്ലോ. അല്ലെങ്കിൽ അവർ പബ്ലിഷ് ചെയ്ത രത്ന ചുരുക്കം എന്ന് പറയുന്നത് തെറ്റാവണമല്ലോ. അത് തെറ്റാണെന്ന് ജനറൽ നരവണയും പറഞ്ഞിട്ടില്ല, പബ്ലിഷറായ പെൻഗ്വിൻ റാൻഡം ഹൗസും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ പബ്ലിഷ് ചെയ്തത് കൃത്യമാണെന്ന് തന്നെ മനസ്സിലാക്കാം. അവർക്കും പുസ്തകം കിട്ടി. അത് എവിടെ നിന്ന് കിട്ടി? അതൊരു ചോദ്യമാണ്. അപ്പം ഈ പബ്ലിഷർ, അതായത് പ്രസിദ്ധീകരിച്ച കാരവാൻ മാസികയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു മുഖ്യധാരാ മാധ്യമത്തിൽ ഞാൻ ജോലി ചെയ്യുന്നത് ആ സ്ഥാപനത്തിലാണ്. ഡൽഹിയിലെ ജണ്ടേവാല എന്ന് പറയുന്ന RSSന്റെ ഒക്കെ ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്ന സ്ഥലത്താണ് ഇത് നിൽക്കുന്നത്. RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന് തൊട്ടടുത്താണെങ്കിലും ഇതിന് RSSന്റെ കടുത്ത RSS വിരോധികളാണ്. കാരണം RSS എന്ന് മാത്രമല്ല, ഇതിന്റെ സ്ഥാപകനായ വിശ്വനാഥ്, മലയാളത്തിലെ വിശ്വനാഥനല്ല, ഒരു വാക്ക്, നാഥ് വേറൊരു വാക്ക്, അതിനെ വിശ്വനാഥൻ എന്നൊരാളാണ് സ്ഥാപിക്കുന്നത്. മേൽപ്പടിയാൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറിയ കലാപകാലത്ത് കുടിയേറിയ ഒരു വ്യക്തിയാണ് ഈ വിശ്വനാഥ്. അതായത് പാകിസ്ഥാനിലെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നേരെ ആക്രമണം ഉണ്ടാകും കുടിയേറിയാണ്. പക്ഷെ അദ്ദേഹം യഥാർത്ഥത്തിൽ പൊതുവെ ഹിന്ദു വിശ്വാസങ്ങളെയൊക്കെ എതിർക്കുന്ന ആളുമാണ്. അത് വല്ലാത്ത ഒരു നമുക്കൊരു ദുരൂഹത ഉള്ളൊരു വ്യക്തിയാണ് വിശ്വനാഥ്. ഈ കാരവാൻ മാസിക തികഞ്ഞ ഈ പറയുന്ന BJP അല്ലെങ്കിൽ ഹിന്ദു വിരുദ്ധ ആശയങ്ങളാണ് അവിടെ നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. അത് അവർ തന്നെ വ്യക്തമാക്കും. അതാണ് അവരുടെ ഒരു എഡിറ്റോറിയൽ പോളിസി തന്നെ. അവർ അതിനെ അന്ധവിശ്വാസത്തെ എതിർക്കുന്നു എന്നുള്ള ഒരു ലേബലിലാണ് അവർ അങ്ങനത്തെ ഒരു നിലപാടെടുക്കുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ കാരവാൻ മാസികയിൽ ഒരു ലേഖനം വന്നു. കാരവാന്റെ നിലപാട് അതാണ്. കാരവാൻ അത്ര ദേശീയതയോടൊന്നും അത്ര യോജിച്ച് നിൽക്കുന്ന ഒരു സ്ഥാപനമല്ല. അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അതിന്റെ എഡിറ്റർ വിശ്വനാഥിന്റെ മകൻ പരേഷ് നാഥ് ആണെന്നാണ്. ഒരു കാലഘട്ടത്തിൽ ഹിന്ദിയിലെ ഏറ്റവും സർക്കുലേഷനുള്ള വാരികകൾ അവരുടെ ആയിരുന്നു. അതായത് സരസ് സലിൽ, പിന്നെ എന്തൊക്കെയോ ഗൃഹശോഭ,
അങ്ങനെയൊക്കെയുള്ള. പിന്നെ വുമൺസ് എറ എന്ന മാസിക അവരുടേതാണ്. അപ്പോൾ ഞാൻ അവിടെ ജോലി ചെയ്തിരുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട് രാംവിലാസ് പാസ്വാന്, അതല്ലെങ്കിൽ പിന്നെ മുലായം സി യാദവ്, ഇവരൊക്കെ സ്ഥിരം അവിടെ ഓഫീസിൽ വരുമായിരുന്നു. കാരണം ഈ സാധാരണ ഹിന്ദി വായിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വലിയ പ്രചാരമുണ്ട് ഈ ഡൽഹി പ്രസിന്റെ മാസികകൾക്ക്. അപ്പം ഞാൻ ആ ഡൽഹി പ്രസിനെ കുറിച്ച് ഒരു വിവരണം നൽകി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഇതിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പക്ഷെ തെറ്റൊന്നുമല്ല. ഇപ്രാവശ്യം അവർ പ്രസിദ്ധീകരിച്ച ആ രത്ന ചുരുക്കം ഈ പുസ്തകത്തിലെ തന്നെയാണ്. അപ്പം നമുക്ക് പിന്നെ കാരവാൻ തെറ്റ് കാണിച്ചു, ദുർവ്യാഖ്യാനം കാണിച്ചു എന്ന് ജനറൽ നരവാനയുടെ ആടുതാങ്ങികളായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭയഭക്തി ബഹുമാനത്തോട് കാണുന്ന റിട്ടയർഡ് പട്ടാളക്കാർ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നരവാനെ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത് ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി ഇപ്പോ ഇവർക്ക് കിട്ടിയത്. ഏതാണ്? കാരവാന് കിട്ടിയത്. വെറുതെ കാരവാനോട് എനിക്ക് പ്രത്യേകിച്ച് സ്നേഹമൊന്നും ഇല്ലെങ്കിലും ഞാൻ പത്രപ്രവർത്തകൻ എന്നുള്ളതിൽ സത്യസന്ധമായിട്ട് പറയുന്നു, ഈ കേസിൽ കാരവാന്റെ കുഴപ്പമല്ല. കാരവാൻ ഒരുപാട് പ്രശ്നങ്ങളുള്ളൊരു മാസികയാണ്. പക്ഷെ അവര് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കൃത്യമായ കാര്യം തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ വിഷയം. കാരണം അതാരും പിന്നെ അങ്ങനെ അല്ലെന്ന് നരവണയും പറഞ്ഞിട്ടില്ല, പിന്നെ പബ്ലിഷറായ പെൻഹിൻ റാൻഡ ഹൗസും പറഞ്ഞിട്ടില്ല. അത് ഒന്നാമത്തെ വിഷയം. ഇനി രണ്ടാമത്തെ വിഷയം, ഇപ്പം ഇതിനെക്കുറിച്ച് ഈ കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ ഒരു അന്വേഷണം നടത്തിയപ്പോൾ അവർ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നരവനെ തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് ഈ പുസ്തകം കൊടുത്തതെന്ന്. അപ്പോ അടുത്ത ചോദ്യം, മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ പെർമിഷൻ കിട്ടുന്നതിന് മുമ്പ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരുന്നു എന്നാണ് ഇന്ത്യ ടുഡേയുടെ ലേഖനത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. കാരണം ഡൽഹിയിലെ ചില പബ്ലിഷിംഗ്, അതായത് പുസ്തകശാലകളിൽ, കണാട്ട് പ്ലേസിലും ഒക്കെയുള്ള ചില പുസ്തകശാലകളിൽ ഇതിന്റെ കോപ്പി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു, വിൽക്കാനായിട്ട് തന്നെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഈ പ്രസാധകനും എഴുത്തുകാരനായ നരവണയും കള്ളം പറയുകയാണ്, അല്ലെ സത്യം പറയുന്നില്ല. നരവണെ ആണ് കോപ്പി രാഹുൽ ഗാന്ധിക്ക് കൊടുത്തത്. അപ്പൊ നരവണെ പിന്നെ ഇക്കാര്യത്തിൽ ഒളിച്ചു കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് വിവാദമായപ്പോൾ നരവണയെ രക്ഷിക്കാനായിട്ട് നരവണയുടെ അനുയായികളെല്ലാം കൂടെ ചേർന്ന് കാരവാനെ കുറ്റപ്പെടുത്തുകയാണ്. കാരവാന് വേറെ കുറെ കാര്യങ്ങൾ പ്രശ്നമുണ്ടെങ്കിൽ ഇതിനകത്തിൽ അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ കാരവനെതിരെ കേസ് കൊടുക്കണമായിരുന്നു. കേസ് കൊടുത്തില്ലല്ലോ. ഇനി നരവനെ തന്റെ പുസ്തകത്തിൽ ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ ഒരു പത്രസമ്മേളനം നടത്തിയിട്ടില്ലല്ലോ. അപ്പൊ എന്താ ഇതിന് വ്യക്തമാകുന്നത്? ഇതിൽ നരവനേക്കാണ് പങ്കുള്ളത്. ഇനി ഈ നരവനെ മറ്റൊരു കാര്യം ഇതിനകത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ പുസ്തകം ചോദിക്കും ഇതിൽ എന്തിനാണ് ഈ പുസ്തകം BJP-യെ അസ്വസ്ഥതപ്പെടുത്തുന്നത്? അതായത് ഈ പുസ്തകത്തിൽ നിന്ന് ഒരു വാചകം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ഡേഞ്ചർ ആണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും വിഷയമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? എനിക്ക് അത് ഗൗതം ചോദിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിനകത്തില് പിന്നെ നരവനെ പറയുന്നത്, നമ്മളത് വിശദമായിട്ടൊരു ടോക്ക് ചെയ്തതുകൊണ്ട് പിന്നെ അതിന്റെ ഓരോ ഘട്ടത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നില്ല. അപ്പം ഇതിനകത്തിലെ ഒരു വിഷയം, ഈ ചൈനീസ് പട്ടാളത്തിന്റെ പിന്നെ അധിനിവേശം, അതായത് നുഴഞ്ഞുകയറ്റം ഉണ്ടായപ്പോൾ നരവനെ ഇത് പിന്നെ പ്രതിരോധ മന്ത്രിയെ അറിയിക്കുന്നു. പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രിയെ അറിയിക്കുന്നു. പ്രധാനമന്ത്രി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി വിളിച്ച് ചേർക്കുന്നു. അതിനെ വിളിച്ചു ചേർത്തിട്ട് അവരെ ഈ വിഷയം ചർച്ച ചെയ്യുന്നു. NSA, നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നിരിക്കണം. അപ്പൊ ഈ ചർച്ചകൾക്കൊക്കെ ഒടുവിൽ 2 മണിക്കൂറിന് ശേഷം അദ്ദേഹം പറയുന്നു, ജോ ഉചിത് സമച്ച കരു, അതായത് എന്താണ് ഉചിതം എന്ന് താങ്കൾക്ക് തോന്നുന്നു അത് ചെയ്യൂ. ഇതൊരു സ്വാതന്ത്ര്യം കൊടുത്തതാണ്. അപ്പോ ഇത് പ്രധാനമന്ത്രിയുടെ ഒരു കഴിവുകേടായിട്ട് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇത് പ്രധാനമന്ത്രിയുടെ കഴിവുകേടായിട്ട് രാഹുൽ ഗാന്ധി വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. പക്ഷെ പ്രധാനമന്ത്രി പിന്നെ ഇത് ഉചിതമായത് ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടും ചെയ്യാതിരുന്നത് നരവണെ എന്ന അന്നത്തെ ജനറലിന്റെ കുഴപ്പമാണ്. നരവണെ ഒരു കാര്യം ആലോചിച്ചാൽ മതി. 2017 ഡോക്ലാം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചൈനീസ് പട്ടാളം കയറാൻ സാധ്യത ഉണ്ട്. അത് ഡോക്ലാം ഇന്ത്യയിലല്ല, ഭൂട്ടാനിലാണ്. പക്ഷെ അവിടെ ചൈനീസ് പട്ടാളം പ്രവേശിച്ചാൽ അവർക്ക് നേരിട്ട് നമ്മുടെ ഡാർജിലിംഗിലെ കോറിഡോറിലോട്ട് അവർക്ക് പ്രവേശിക്കാൻ പറ്റും. ഡാർജിലിംഗിന് മുകൾ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് നിന്നുകൊണ്ട് ഡാർജിലിംഗിനെ എപ്പോൾ വേണമെങ്കിലും അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും.
ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനുസ് ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ആ പ്രദേശം ഇന്ത്യക്ക് പിന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്താൻ ചൈനയ്ക്ക് ഒരു സാധ്യത കൊടുക്കും. ഇത് അറിഞ്ഞുകൊണ്ട് അന്നത്തെ ജനറൽ ബിപിൻ റാവത്ത് വളരെ കർശനമായും കൃത്യമായിട്ടും മുൻകൂട്ടി നടപടിയെടുത്തു. അതുപോലെ നടപടിയെടുക്കേണ്ട ആളായിരുന്നു ഈ പറയുന്ന നരവണെ. അയാൾ അത് ചെയ്യാതിരുന്നു. ഇപ്പൊ മോഡിയുടെ തെറ്റായിട്ട് ഞാൻ കാണുന്നത് നരവണെ പോലെ ഒരാളെ ജനറൽ ആക്കി എന്നുള്ളതാണ്. വേണ്ടത്ര ആലോചന ഇല്ലാതെയാണ് അവിടെയാണ് പിന്നെ മോഡി കാണിച്ച തെറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി ജനറൽ നരവനെയാണ്. അദ്ദേഹത്തിന്റെ സർവ്വ ബന്ധങ്ങളെ കുറിച്ചും സർക്കാർ അന്വേഷിക്കണം. കാരണം ഇതൊരു ഔദ്യോഗിക രഹസ്യമാണ്. ഇതിലൊരു ചെറിയൊരു ലൂപ്പ് ഹോൾ ഇട്ടിട്ടാണ് ഈ നരവണെ, അതായത് നിയമങ്ങളിൽ ഉള്ള ഒരു ലൂപ്പ് ഹോൾ, ഒരു പഴുതുണ്ട്. ആ പഴുത് ഉപയോഗിച്ചാണ് നരവണെ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടാതെ തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചതെന്നാണ് അല്ലെങ്കിൽ ഞാൻ കരുതുന്നത്. കാരണം 2020 തൊട്ട് 24 വരെയുള്ള കാലഘട്ടത്തിൽ 35 മുൻ പല റാങ്കിലുള്ള ഉയർന്ന പട്ടാള ഉദ്യോഗസ്ഥർ എഴുതിയ പുസ്തകത്തിന് 35 പുസ്തകം അവിടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ സ്ക്രൂട്ടിനിക്ക് കൊടുത്തതിൽ 34 എണ്ണത്തിനും കേന്ദ്ര സർക്കാർ അനുമതി കൊടുത്തു. ഈ ഒരൊറ്റ പുസ്തകത്തിന് മാത്രമേ അനുമതി കൊടുക്കാതിരുന്നിട്ടുള്ളൂ. ഈ ഒരൊറ്റ പുസ്തകത്തിന് അനുമതി കൊടുക്കാതിരുന്നിട്ടും ഈ പുസ്തകം പുറത്തിറങ്ങി. അതെങ്ങനെയാണ്? അതിനൊരു പഴുതുണ്ട് നിയമത്തിൽ. അതായത് ഈ ഇതിലെ ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് മാത്രമേ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ നരവണയ്ക്കെതിരായിട്ടുള്ളൂ. ആ ഒരു വസ്തുത അയാൾ ദുരുപയോഗം ചെയ്തു. അതായത് ഇതിൽ സർക്കാരിന് യഥാർത്ഥത്തിൽ മറ്റു രാജ്യങ്ങളിലുള്ള പോലെ ഇതിൻ്റെ പേരിൽ ഇന്ത്യയുടെ നിയമം അനുസരിച്ചിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനോ ഒന്നുമുള്ള ഒരു വകുപ്പില്ല. അപ്പോൾ അതായത് ഞാൻ ആ നിയമത്തിൻ്റെ പേര് പറയാം. ആർമി ആക്ട് 1950, ആർമി റൂൾസ് 1954. ഈ രണ്ട് നിയമപ്രകാരവും സർക്കാരിൻ്റെ അനുമതിയോടെ പുസ്തകം എഴുതേണ്ട ഒരു സെർവിങ് ഓഫീസർ മാത്രമാണ്. അല്ലാത്ത റിട്ടയർഡ് ഓഫീസേഴ്സിന് സർക്കാരിൻ്റെ അനുമതി ഇല്ലാതെ സംസാരിക്കാനും അതുപോലെ തന്നെ പുസ്തകം എഴുതാനും കഴിയും. പക്ഷേ ഈ രണ്ട് നിയമം അങ്ങനെ ഉണ്ടെങ്കിലും മൂന്നാമതൊരു നിയമമുണ്ട്. അത് ആർമിക്കാർക്ക് മാത്രമല്ല എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ബാധകമായ 1923 ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിലവിൽ വന്ന ഇപ്പോഴും അതേപോലെ തുടരുന്ന ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് അനുസരിച്ച് രാജ്യത്തിൻ്റെ താല്പര്യത്തിനോ രാജ്യത്തിൻ്റെ ഐക്യത്തിനോ അഖണ്ഡതയ്ക്കോ ഒക്കെ എതിരാകാവുന്ന സർക്കാരിൻ്റെ രഹസ്യങ്ങൾ പുറത്തുവിടുന്നവരെ അറസ്റ്റ് ചെയ്യാമെന്നൊരു വകുപ്പുണ്ട്. പക്ഷെ ഈ വകുപ്പ് സാധാരണ ഉദ്യോഗസ്ഥന്മാരുടെ നേരെ ഗവൺമെന്റ് പ്രയോഗിക്കാറില്ല. അപ്പൊ സർക്കാരിന്റെ ഒരു സൗമനസ്യം മുതലെടുത്ത് ആർമി ആക്ട് 1950 ആർമി റൂൾസ് 1954 പഴുതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനറൽ നരവണെ ഇങ്ങനൊരു പുസ്തകം സർക്കാരിന്റെ അനുമതി ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ അറിവോടുകൂടി തന്നെ പുറത്തിറങ്ങിയെന്നും ഇപ്പോൾ കൈകഴുകുകയാണെന്നുമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് കാരവാന്റെ പുറത്ത് ആ കുറ്റം ചാർത്തിക്കൊണ്ട് അത് മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ആണെന്ന് പറഞ്ഞ് ജനറലിനെ ഡിഫെൻഡ് ചെയ്യാനാണ് അദ്ദേഹത്തിന്റെ താഴെ ഉണ്ടായിരുന്ന കുറെ പട്ടാളക്കാർ, കേരളത്തിലും BJPക്കകത്ത് തന്നെ നിൽക്കുന്ന കുറെ പട്ടാളക്കാരുണ്ട്, അവരും ഇത് ശ്രമിക്കുന്നു. BJPയുടെ വക്താവ് വന്ന് ചാനലിലൊക്കെ വന്ന് ഘോരഘോരം സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ഞാൻ തൽക്കാലം പേര് പറയുന്നില്ല, പേര് പറയേണ്ട അവസരത്തിൽ ഞാനത് പറയാം. അങ്ങേരും ഇത് തന്നെ പറയുന്നുണ്ട്. ഇത് ജനറലിന്റെ കുഴപ്പം തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിലെ കൃത്യമായ കാര്യങ്ങൾ അത് ആരെങ്കിലും എൻ്റെ ടോക്കിനെ എതിർക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത ടോക്കുമായിട്ട് രംഗത്ത് വരാം. അപ്പോൾ നമുക്കത് മൂന്നാമത് ഒരു കൂടുതൽ വിവരങ്ങൾ ഞാൻ പുറത്തു വിടാം. എവിടെയാണ് നരവണ ഇതിലിപ്പോ പെൻഗ്വിൻ ബുക്സ് വിശദീകരണമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. യാതൊരു തരത്തിലുള്ള ചോർച്ചയും തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതെ, അവര് പറയാണ്. അപ്പൊ എങ്ങനെയാണ് ഈ പുസ്തകം രാഹുൽ ഗാന്ധിയുടെ കൈവശം എത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നരവൻ തന്നെ കൊടുത്തതാണെന്നാണ് ഹാർഡ് കോപ്പി. അല്ല, അങ്ങനെ ആണല്ലോ. അങ്ങനെ അല്ലാതെ നമ്മൾ എവിടെ നിന്നാണ് ഈ പുസ്തകം പോകുന്നത്? ഇപ്പൊ പെൻഗ്വിൻ പറയുന്നത് താങ്കൾ പബ്ലിഷ് ചെയ്തിട്ടില്ലെന്ന്. പബ്ലിഷ് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ ഇത് രാഹുൽ ഗാന്ധിയുടെ കയ്യിലെത്തി? പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ അതിലെ ഒരു ഭാഗം കാരവാന്റെ കയ്യിലെത്തി? അപ്പൊ പിന്നെ അവശേഷിക്കുന്ന ഒരേ ഒരു സാധ്യത ജനറൽ നരവണെ തന്നെയാണ്. പെൻഗ്വിൻ പബ്ലിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ജനറൽ നരവണെ ഇത് ഏതോ രീതിയിൽ ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. പക്ഷേ പെൻഗ്വിൻ ആ പറയുന്നത് പൂർണ്ണമായിട്ട് ശരിയല്ലെന്നാണ് ഇന്ത്യ ടുഡേയുടെ ഒരു അന്വേഷണം പുറത്തു വന്ന് അവരുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. അത് പ്രകാരം ഈ പുസ്തകം സാധാരണഗതിയിൽ പല പുസ്തകങ്ങളും അവിടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് ക്ലിയറൻസിന് കൊടുക്കുമ്പോൾ തന്നെ പ്രിന്റിനും പോകും. പക്ഷെ റിലീസ് ചെയ്യുന്നത് ഈ പെർമിഷൻ കിട്ടിയതിന് ശേഷമേ ഉള്ളൂ.
അപ്പൊ ഇതൊന്നും ആരും അത്ര കാര്യമായിട്ട് നിയമം നടപ്പാക്കുന്നില്ലായിരുന്നു. ആ ഒരു പഴുത് ഉപയോഗിച്ചാണ് ഇവർ ഈ പുസ്തകം പുറത്തിറക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോ എല്ലാവരും കൈ കഴുകാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സ്വാഭാവികമായിട്ടും ഈ പിന്നെ പുസ്തകം ഞങ്ങളല്ല പബ്ലിഷ് ചെയ്ത്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ കിട്ടിയത് പുസ്തകമല്ലേ, അത് വ്യാജ പുസ്തകമാണെങ്കിൽ അങ്ങനെ വേണമല്ലോ പെൻഗ്വിൻ പറയേണ്ടത്. പെൻഗ്വിൻ അങ്ങനെ പറയുന്നില്ലല്ലോ. അതുപോലെ പിന്നെ ഞാൻ അറിയാതാണിത് പിന്നെ പുറത്തു വന്നത്, ഞാൻ ഇങ്ങനെ എഴുതിയിട്ടില്ലെന്ന് ജനറൽ നരവണെ പറയുന്നില്ലല്ലോ. അപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതും പിന്നെ കാരവാനിൽ പ്രസിദ്ധീകരിച്ചതും അവരെ രണ്ടുപേരെയും കുറ്റപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കില്ല. കുറ്റപ്പെടുത്താനുള്ള ഏക വ്യക്തി ജനറൽ നരവണെയാണ്. അദ്ദേഹം ഇതിനകത്തിലെ പല കാര്യങ്ങളിലും പുറത്തുവിട്ടു. ആ പുറത്തു വിട്ടതാണ്, അത് എന്താണ് പുറത്തു വിട്ടതെന്ന് അടുത്ത ചർച്ചയിൽ നമുക്ക് പറയാം. ഇതിലിപ്പോ KC വേണുഗോപാൽ പറയുന്നത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം പുറത്തു വരുന്നത്. ആമസോണിൽ നിന്ന് അങ്ങനെ ചുമ്മാ വാങ്ങാൻ പറ്റത്തില്ലല്ലോ. ആമസോണിൽ പെൻഗ്വിൻ പബ്ലിഷ് ഇപ്പൊ നമ്മൾ ഓർഡർ കൊടുത്താൽ അങ്ങനെയാണ് ആമസോണിലൊക്കെ. KC വേണുഗോപാൽ പറഞ്ഞത് പിന്നെ ഇവർ പബ്ലിഷ് ചെയ്തു എന്ന് ഇന്ത്യ ടുഡേ പറഞ്ഞതും ശരി തന്നെയാണ്. അത് രണ്ടും യോജിക്കുന്നുണ്ട്. ബുക്ക് സ്റ്റാളി പബ്ലിഷ് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞാലേ ഇപ്പൊ നെറ്റിൽ പബ്ലിഷ് ചെയ്യാം, അത് പിന്നെ ബുക്ക് സ്റ്റാളിൽ കൊണ്ട് കൊടുക്കണമെന്നില്ല. പബ്ലിഷിംഗ് പലതരത്തിലുണ്ട്. KC പറഞ്ഞത് തെറ്റൊന്നുമില്ല. KC കള്ളമൊന്നും അല്ല പറഞ്ഞത്, അത് നെറ്റ് വഴി അവർ വിൽക്കുന്നുണ്ടാവും. പെൻഗ്വിൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു ഡിജിറ്റൽ വഴിയുള്ള വിൽപ്പനയും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ്. സർക്കാർ അന്വേഷിക്കട്ടെ. ഡൽഹി പോലീസ് കേസ് എടുത്തിട്ടുണ്ടല്ലോ, അത് വിശദമായിട്ട് അന്വേഷിക്കട്ടെ. ഇവിടെ ജനറൽ നരവണയുടെ മൗനമാണ് ദുരൂഹമായിട്ട് തുടരുന്നത്. ജനറൽ നരവണയെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ വരുന്നുണ്ട്. അദ്ദേഹം ആരെയോ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? അദ്ദേഹത്തിനും ഏതൊക്കെ ശക്തികളുമായിട്ടാണ് അദ്ദേഹത്തിന് ബന്ധമുള്ളത്? ഇതൊക്കെ കൃത്യമായിട്ട് സർക്കാർ അന്വേഷിക്കണം. അതാണ് ഞാൻ പറയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിന്റെ ഫോളോ അപ്പ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വീണ്ടും ചർച്ചയിലേക്ക് വരാം. ആരെങ്കിലും ജനറൽ നരവണയുടെ ശിഷ്യന്മാര് നമ്മളെ എതിർത്തുകൊണ്ട് രംഗത്ത് വരട്ടെ.